ഹലോ ഗായ്സ്, കുറേ നേരം ആയല്ലോ, നമുക്ക് കഴിക്കാനൊന്നും പോണ്ടേ? ഞാനന്മാരോട് കുറേ നേരമായി പറയാൻ തുടങ്ങി. ഞാൻ തയ്യാറാ. എനിക്ക് പക്ഷെ മന്തി വരും. മന്തി അല്ല, ബിരിയാണി കഴിക്കാൻ. മന്തി എല്ലാ ദിവസം കഴിക്കണം. നീ ആണെങ്കിൽ എനിക്ക് സിലോണ്. ഹോട്ട് ബോക്സ് പോവാ. ഹോട്ട് ബോക്സ് അടിപൊളിയാണ്. എന്നാ ബിരിയാണി സ്റ്റോറി പോയാലോ? അതെവിടെയുണ്ടോ? നിനക്ക് വേറെങ്കിലും ഉണ്ടോ? പിന്നെ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുമ്പോൾ ഞാനിതിന് അഭിപ്രായം പറയാതിരിക്കണേ. എനിക്കാണെങ്കിൽ എന്നാ സാനിന്ന് മതി, ട്രഡീഷണൽ ബിരിയാണി. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിലോൺ ട്രൈ ചെയ്യണം. കാര്യം ഇത് കുറച്ചും കൂടി എന്താ പറയാ, അത്ര മസാല ഉള്ള ടൈപ്പ്. നീ ഹോട്ട് ബോക്സ് കഴിച്ചിട്ടുണ്ടോ? ഹോട്ട് ബോക്സ് എടുക്കാന്നൊക്കെ അറിയാം. ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ലത് ഇതായിരിക്കും എനിക്ക് ഉറപ്പാണ്. ഇത് കഴിക്കാണ്ടെങ്കിലായിരുന്നു. നീ എന്താ പറയുക? നമുക്ക് ട്രൈ ചെയ്യാം. എന്നാ എനിക്കിപ്പോ തൽക്കാലം ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഈ പണിയിലാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഓർഡർ എന്നാ ഒരു കാര്യം എവിടെ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ടോ. എന്നാ ഞങ്ങള് പോയിട്ട് മേടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പണി ചെയ്യാം. ഇപ്പം 4 പേർക്ക് 4 സ്ഥലത്തുനിന്നാണല്ലോ ബിരിയാണി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ഇടത്തുനിന്നും ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ. അതാവല്ലേ? ഓക്കെ, എന്നാ സഞ്ജോ വാ, നമുക്ക് പോയേക്കാം. ആര് പറഞ്ഞാൽ നല്ലത്? എന്റെ spices where the rice is king. There's a dish that makes you dance and sing. From Kozhikode to the Lasari shore, biryani's aroma you just can't ignore. Oh biryani, my heart's delight. With your masala magic, you make my day bright. Beef or chicken, veggie or lamb, you're the star of every foodie's Instagram. ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ ഭാഷയിൽ വിളിച്ചു പറയും ബിരിയാണി പോലെ ബിരിയാണി റെഡി. ഇപ്പോഴല്ല, ഞങ്ങള് ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഒരു ചലഞ്ച് ഉണ്ട്, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ? ഇനി ചാലഞ്ചാ. ഇത്ര നേരമായില്ലേ? നിങ്ങളല്ലേ വലിയ ഫുഡീസ്, ഇനിയാണ് നിങ്ങളുടെ ചലഞ്ച് ഉള്ളത്. വെയിറ്റ് ചെയ്യട്ടാ. എന്നിട്ട് വയ്യ എപ്പോഴാണ്? എടാ, നമുക്ക് ഇവന്മാർക്ക് ഒരു പണി കൊടുക്കാം. നമുക്ക് ഏത് ബിരിയാണിയാണ് ഇതെന്ന് അമ്മമാരോട് പറയണ്ട. നമുക്ക് എന്നിട്ട് അമ്മമാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഏതാ നല്ല ബിരിയാണി എന്നുള്ളത് പറയിപ്പില്ല. നമുക്ക് അറിഞ്ഞിരിക്കണം ഇതൊക്കെ ഏതൊക്കെ ബിരിയാണിയാണ്. നീ ആ പ്ലേറ്റ് കൊണ്ടിട്ട് ഇത് 1. ഇത് നമുക്ക് സിലോണിലെ ബിരിയാണി ഇടാം. അപ്പൊ 1 സിലോ, 2 ഹോട്ട് ബോക്സ്, 3 സാനി, 4 ബിരിയാണി ഹട്ട. എന്താ? ബിരിയാണി സ്റ്റോ. ബിരിയാണി സ്റ്റോ എറണാകുളത്തെ ഫേമസ് ആണ് കേട്ടോ. ഇതിന്റെ സൈഡിലും കൂടി എഴുതിയേക്കാം. അല്ല, തിരിക്കണ്ട, അതായത് സൈഡിൽ ചെയ്ത് കുത്തി വയ്ക്കാൻ മതി. 2 1. ഇനി ആ സിലോണിൽ എടുത്തേക്കുന്ന സിലോണി നെയ്യ് കഴിയും. സിലോണിലെ ബിരിയാണിക്ക് റേറ്റ് വരുന്നത് 242 രൂപയാണ്. നല്ല കട്ടിങ്ങൊക്കെയാണ് സിലോണിലെ ബിരിയാണി. ബിരിയാണി ഉണ്ട്, ഒരു സാലഡും ഉണ്ട്, അതേപോലെ തന്നെ അച്ചാറുണ്ട്. ഇന്ത്യൻ ഫുള്ളായിട്ട് സെറ്റ്. ഇനി അവിടുത്തെ ഹോട്ട് ബോക്സിലെ ബിരിയാണി തുറന്നു.
ഗ്രേവി ടൈപ്പ് ബിരിയാണി ഉണ്ട് കേട്ടോ. നോക്കാം. ഹോട്ട് ബോക്സിലെ ബിരിയാണിക്ക് എത്രയായിരുന്നു? 224 ആ 226 അതിൽ ബിരിയാണി ഉണ്ട്, സാലഡ് ഉണ്ട്, പിക്കിളുണ്ട്. എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. ഇനി അടുത്തത് സാനിയിൽ ഇടുന്നു. ഇത് കുറച്ച് ഗ്രേവി കുറവായിട്ടുള്ള ബിരിയാണിയാണ്. നമ്മളുടെ ഹോട്ട് ബോക്സ്. മൂന്നാമത്തെ സാനിയുടെ ട്രഡീഷണൽ പൊതിയാണ്, പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് സാനിയിലെ ബിരിയാണി. ഇത് കുറച്ച് ഗ്രേവി ടൈപ്പ് തന്നെയാണ്. അതിൽ അച്ചാർ എനിക്ക് തോന്നുന്നു അവർ അതിൽ തന്നെയാണ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അച്ചാർ പാക്കറ്റാണ്. അച്ചാറല്ല, സാലഡ് പാക്കറ്റും ഉണ്ട്. അച്ചാർ പാക്കറ്റ്. ഇനി അടുത്ത ബിരിയാണി എടുത്താൽ ഇത് കുറച്ച് ഗ്രേവി ടൈപ്പ് തന്നെയാണ്. സാനിയില എത്രയാണ് ബിരിയാണിക്ക് റേറ്റ്? 190. അപ്പോൾ ഏറ്റവും റേറ്റ് കുറവ് ഞാൻ പറഞ്ഞ സാനിയില ബിരിയാണിക്കാണ്. 190 ഫുൾ ബിരിയാണിക്ക്. ഇനി ലാസ്റ്റ് ബിരിയാണി നമുക്ക് ബിരിയാണി സ്റ്റോറിലെ ബിരിയാണിയാണ്. ഇതിൽ പാക്ക് ചെയ്യുന്നതാണ്. ഇന്ന് ബോക്സിൽ തന്നെ തോന്നിയിട്ടുണ്ട്. സാലഡ് ഉണ്ട്, പിക്കിളുണ്ട്. ഇതിലൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു മുട്ടയുണ്ട് ബിരിയാണിക്ക്. വേറെ അടുത്ത് നമ്മൾ മുട്ട വന്നില്ലായിരുന്നു. ഈ ഗ്രേവി കുറച്ച് കുറഞ്ഞ് ബിരിയാണി ഹോട്ട് ബോക്സിൽ പോലത്തെ ഒരു ബിരിയാണിയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഇങ്ങനെ കൊടുക്കാം. നമുക്ക് സാലഡ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഏതാണെന്ന് പറയുന്നില്ല സാലഡ്. അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം. സാലഡിൻ്റെ അടുത്ത് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇത് സ്പൂണിട്ടാൽ നമുക്ക് ഉടച്ചിട്ട് കൊടുക്കാം. കാരണം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവും. ആ ബോക്സിൻ്റെ അളവൊക്കെ വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. യെസ്. From Koikode to the Luxury Shore, Biryani's the one we just can't ignore. Beef or chicken, you're the star of every foodie's Instagram. അപ്പോൾ നമ്മള് ഗെയിം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഏതാ ബിരിയാണി എന്നൊന്നും അറിയില്ല, ഏത് കടയിൽ നിന്ന് വെച്ച ബിരിയാണി എന്ന് അറിയില്ല. അപ്പൊ നമ്മളത് ഏകദേശം ഒരു ധാരണയുണ്ട്. നീ ഏതാന്ന് പറഞ്ഞ ഏറ്റവും നല്ല ബിരിയാണി ഏതാന്ന് പറഞ്ഞ ഏതാ? സിലോൺ ഏതാ? സിലോൺ ഏതാ? സിലോൺ ഏതാ? സിലോൺ ഏതാ? ഇത് സിലോൺ ഇത് സിലോൺ ആണ്. അതായത് ഞാൻ നമ്പർ ഇട്ടേക്കണം 2. I'm very clear about it. This is wrong. ഇത് ഹോട്ട് ബോക്സ്, അതായത് മുട്ട Very clear about it. This is wrong. ഞങ്ങൾക്ക് രണ്ടാൾക്ക് അറിയാം. അപ്പൊ അതാണ് ഇരിക്കണേ. നമുക്ക് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ആദ്യം പറയാം. ആദ്യം ഒന്ന് സാലഡൊക്കെ ഉണ്ട്. സാലഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ബിരിയാണി. നീ വായയിലെ ടേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് മതി രണ്ടാമത്തെ കഴിച്ചാൽ മതി. അതാണ് രണ്ടാമത്തെ ബിരിയാണി. ഞാൻ പറഞ്ഞ ബിരിയാണി സാലഡൊക്കെ ഉണ്ടോ? ഓക്കെ. ഒന്നെങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ ഇത് മൂന്നാമത്തെ റെസ്റ്റോറൻറ്റിലെ ബിരിയാണിയാണ്. അത് കഴിഞ്ഞു എല്ലാ ടേസ്റ്റും കൂടി ഒരുമിച്ച് മിക്സാണ്.
പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല. മസാലയും ചിക്കൻ പീസും ഒക്കെ ശരിക്കും പറഞ്ഞത് ഒന്നാമത്തെയാണ് സിലോണിന്റെയാണ്. അല്ല, രണ്ടാമത്തെ ഇത് രണ്ടാ. അതെ സിലോൺ ഇരുന്നു ഓക്കെ. ഇനി നാലാമത്തെ ഏതായിരുന്നു ഏത് റെസ്റ്റോറന്റ് ഇതുവരെ കഴിക്കുന്നത്? രണ്ടും കഴിച്ചില്ല. ആ, രണ്ടല്ല മൂന്ന് കഴിച്ചു. ബിരിയാണി സ്റ്റോറിലാണോ സാനിയിലാണോ? ഒന്നും കഴിച്ചില്ല. ഹോട്ട് ബോക്സിൽ കഴിച്ചില്ല. രണ്ട് ഇത് കഴിച്ചോ? ഒന്നല്ലേ? ആ, രണ്ട് കഴിച്ചു. മുട്ട കഴിക്കണം. കുറെ സമയത്തിൽ പോയിട്ട് എന്താ തണുപ്പല്ല. ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അതേപോലെ ഈ ചൂട് സമയത്ത് പോകുമ്പോ അടുത്ത് ഞങ്ങള് എന്നാലും ടാസ്ക് സെറ്റ് അല്ലേ? അപ്പൊ എല്ലാം ആയില്ലേ? അതുകൂടി കഴിക്കാൻ ഇത് സുജിത്തിനാണ് ഏറ്റവും ടാസ്ക്. അത് കഴിച്ചല്ലേ? ആ, അത് കഴിച്ചാ? ഇനി നാലാമത് സഞ്ജയ് വെച്ചിട്ട് ഒന്നാമത്തെ നാലാമത് അല്ല ഞാൻ ഒന്നാമത്തെ ഞാൻ കഴിച്ചില്ല. എന്നെ തൊഴിലോട് ഇഷ്ടമാണ്. അപ്പൊ ഇനി പറഞ്ഞേ എനിക്ക് ഞാൻ പറയാം, ഇതാണ് സിലോണിന്റെ എനിക്ക് തോന്നുന്നത്. സീലോണ്ട് പറയണ്ട. നമ്മള് അതുകൂടെ അത് നമുക്ക് പിന്നെ നോക്കാം. ബെറ്റർ ഫസ്റ്റിലാണ് തോന്നുന്നത്. ഫസ്റ്റിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഫസ്റ്റില്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പിന്നെ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട് അതും ഇഷ്ടപ്പെട്ടു. അതും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റാണ് നാലാമത്. ഫസ്റ്റാണ് നമ്മള് ഏറ്റവും ടോപ്പ് നല്ല ബിരിയാണി. ബോക്സ് ആണ് ഫസ്റ്റ് കാണുമ്പോ സഞ്ജയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സെക്കൻഡ് റാങ്കിങ് ഏതിന് കൊടുക്കും? ആ, ഫസ്റ്റ് അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ, സെക്കൻഡ് ഇതല്ലേ. അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ റൈസിന്റെ ഫ്ലേവർ മാത്രം അപ്പൊ ഇത് തോന്നുന്നു. ക്വാണ്ടിറ്റി വൈസ് എനിക്ക് തോന്നുന്നത് എല്ലാ ബിരിയാണിയും ഓൾമോസ്റ്റ് സെയിം ആണെന്നുള്ള പീസൊക്കെ എനിക്ക് തോന്നുന്നത്. എഗ് ഉണ്ടല്ലോ, അത് ഞങ്ങള് പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു എഗ് ഉള്ളതാണെന്നുള്ളത്. സെക്കൻഡ് അതാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ റിവീൽ ചെയ്യാം. അല്ല, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാൻ റിവീൽ ചെയ്യാം, അങ്ങോട്ട് കഴിക്കാം. അപ്പൊ ആക്ച്വലി നമുക്ക് നിങ്ങൾ പറഞ്ഞ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര? രണ്ട് അല്ല ഒന്ന് ആക്ച്വലി സിലോണിയാണ്. ഓക്കെ, രണ്ടല്ല സിലോണില്, ഒന്നാണ് സിലോണില്. അപ്പൊ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മുട്ടയുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മുട്ടയുള്ളത് ആക്ച്വലി നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ബിരിയാണി സ്റ്റോറിലാണ്. മുട്ടയുള്ള നാലാമത്തെ നമ്പർ നാലാമത്തെ പ്ലേറ്റിലുള്ളത് ബിരിയാണി സ്റ്റോറാണ്. പിന്നെ സുജിത്ത് പറഞ്ഞ സെക്കൻഡ് പറഞ്ഞത് അത് എത്ര പ്ലേറ്റ് നമ്പർ? 2ആണ്. അത് ടോസ് ബോക്സിലാണ്. പിന്നെ ലാസ്റ്റ് ഒന്നാണ് നമ്മുടെ സാനിപ്പിന്റെ മാറിപ്പോയി. പക്ഷെ എന്താണെങ്കിലും അപ്പൊ ഇങ്ങനെയാണ് സിലോണാണ് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും. പക്ഷെ സിലോൺ കഴിച്ച ആൾക്ക് സിലോൺ മാറിപ്പോയി എന്നതാണ് ഇവിടുത്തെ ടെസ്റ്റ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ റൈസ് എന്തൊരു ഇതേതോ സാധനമില്ലേ? സാധനം ഈ ഫ്ലേവർ ആയിരുന്നല്ലോ. എനിക്ക് റൈസ് ഒരു കോഴിയുടെ ഫ്ലേവർ ഉണ്ട്. ഒരു വേറെ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ പീസ് അതുപോലെ ഗ്രേവിയിലൊക്കെ പീസ് ഉണ്ടാക്കാം. ഇതാണ് നമ്മള് എഴുതി വെച്ചത്. ഇനിയിപ്പോ എന്തായാലും കഴിച്ചിട്ട് ഓക്കെ ഗായ്സ്, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും എറണാകുളത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അവിടെ പോയി ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി യു ഫ്രം ടീം TCU. ബൈ.